നമസ്കാരം. ഞാൻ ഇന്നൊരു സിനിമ കാണാൻ പോവുകയാണ്. നമ്മളെ പ്രണവ് മോഹൻലാലിന്റെ ഒരു ഹൊറർ സിനിമയാണ്. ഭയങ്കര പടമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ അതിന്റെ പേരെന്ന് പറയാം, DS ഇറ എന്നാണ് പേര്. പേരൊക്കെ ഇച്ചിരി കട്ടിയുള്ളതാണ്. എന്തായാലും പോയി അതിന്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം. കണ്ടിട്ട് ഞാൻ ഈ സിനിമ കാണുന്നത് കൊട്ടാരക്കര മിനർവ സിനിമാസ് എന്ന് പറയുന്ന തിയേറ്ററിലാണ്. നല്ല തിയേറ്ററാണ്. ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മള് കൊട്ടാരക്കര മിനർവ സിനിമാസിൽ എത്തിയിരിക്കുകയാണ്. കുറച്ച് നേരത്തെയാണ് നമ്മൾ വന്നത്. കാരണം സിനിമ തുടങ്ങാൻ ഇനി 1 മണിക്കൂറോളം സമയമുണ്ട്. ആളുകളൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ സിനിമ ബുക്ക് ചെയ്തത് സൊമാറ്റോയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഓഫറുണ്ട്. ഒരു ടിക്കറ്റ് ഇട്ടാൽ ഒരു ടിക്കറ്റിന്റെ ഓഫറൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ അതിനകത്താണ് റിസർവേഷൻ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് സ്ക്രീൻ 1 ആണിത്. സ്ക്രീൻ 2 അപ്പുറത്തുണ്ട്. സ്ക്രീൻ 1 കയറി ഇവിടുത്തെ തിയേറ്ററിനകമൊക്കെ ഒന്ന് കാണാം. ഇവിടുത്തെ സൗണ്ട് സിസ്റ്റം 7.1 ഡോൾബി ആണ്. നല്ല സീറ്റിംഗ് ആണ്. നല്ല AC ഒക്കെ നല്ല കൂളിംഗ് ആണ്, ചില്ലാണ്. നമുക്ക് നല്ല സുഖകരമായിട്ട് സിനിമ കാണാൻ പറ്റിയ അടിപൊളി തിയേറ്ററാണ് കൊട്ടാരക്കരയുള്ള മിനർവ സിനിമ. ഇവിടെ വന്ന് എല്ലാവരും സിനിമ കാണുക, എൻജോയ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് പഴയ തിയേറ്ററാണെന്ന് വെച്ചാൽ പണ്ടേയുള്ള തിയേറ്ററാണ്. ഇപ്പം ഞാൻ ഇവിടെ വന്ന് ഇത് കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് പറയുന്നതേ ഉള്ളൂ. നല്ല സൗണ്ട് സിസ്റ്റവും എല്ലാം, സീറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക, കാണുക. സിനിമകളെല്ലാം തിയേറ്ററിൽ വേണം കാണാൻ. അപ്പോൾ ആ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിനൊരു സുഖം ഉണ്ടാവുന്നത്, സിനിമ കണ്ടെന്നൊരു ഫീല് വരുന്നത്. അപ്പം എല്ലാവരും നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററുകളിൽ പോയി സിനിമകൾ കാണണം. സിനിമ തുടങ്ങാൻ പോവുകയാണ്. ഞാൻ ഇതിനകത്ത് കയറിയിരിക്കുന്ന ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. സൂപ്പർ പടമാണ് കേട്ടോ. പ്രണവ് മോഹൻലാലൊക്കെ ഗംഭീര അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പം അതുകൂടാതെ ഇത് ഒരു ഹൊറർ മൂഡിലുള്ള സിനിമയാണ്. അപ്പം അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കാണാൻ. നല്ല രസമുണ്ട്. പിന്നെ കുറെ പേടിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാവരും പോയി സിനിമ കാണുക. നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ പോയി സിനിമ കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ.